വർഷം 1930 ജനുവരി 26. അന്നത്തെ കോൺഗ്രസിന്റെ യുവതലമുറയിൽപ്പെട്ട ജവഹർലാൽ നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ്, സർദാർ വല്ലഭായ് പട്ടേൽ തുടങ്ങിയവർ ഒരു തീരുമാനമെടുക്കുകയാണ്. ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്നും പൂർണ്ണമായിട്ടുള്ള സ്വരാജ് അല്ലെങ്കിൽ സ്വാതന്ത്ര്യം നേടിയെടുക്കുക. ഇതായിരിക്കണം ഇനി മുതലുള്ള കോൺഗ്രസിന്റെ അജണ്ട എന്ന് പറയുന്നത്. ഇതിനെയാണ് നമ്മൾ പൂർണ്ണ സ്വരാജ് ഡിക്ലറേഷൻ അഥവാ പൂർണ്ണ സ്വരാജ് വിളംബരം എന്നെല്ലാം പറയുന്നത്. 1950 ജനുവരി 26 ഇന്ത്യ റിപ്പബ്ലിക് ഡേ ആഘോഷിക്കുന്നത് ഈ പറയുന്ന പൂർണ്ണ സ്വരാജ് ഡിക്ലറേഷനെ കമമറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അന്നേ ദിവസം തന്നെയാണ് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്നത്. എന്നാൽ ഇന്ത്യക്കാർക്ക് സ്വന്തമായിട്ടൊരു ഭരണഘടന വരണമെന്നുള്ള ഒരു ആശയം ആ സമയത്ത് മാത്രമല്ല, അതിനു മുന്നേയും ചരിത്രത്തിൽ നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും. ഇന്ത്യക്കാർക്ക് സ്വന്തമായ ഒരു ഭരണഘടന അസംബ്ലി വേണമെന്ന് ഏറ്റവും ആദ്യം പറഞ്ഞത് 1934 ശ്രീ MN റോയ് ആണ്. അദ്ദേഹമാണ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെയും മെക്സിക്കൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും എല്ലാം ഫൗണ്ടർ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന വ്യക്തിയാണ് ശ്രീ MN റോയ് എന്ന് പറയുന്നത്. അന്നത്തെ കോൺഗ്രസിന്റെ മുഖ്യധാരയിലുണ്ടായിരുന്ന എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും ഒരുപോലെ റെസ്പെക്ട് ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ് ശ്രീ MN റോയ് എന്ന് പറയുന്നത്. MN റോയ് 1934 ഇന്ത്യക്കാർക്ക് സ്വന്തമായ ഒരു ഭരണഘടനാ അസംബ്ലി വേണമെന്ന് ആദ്യമായിട്ട് ആവശ്യപ്പെട്ടു. അതിനുശേഷം 2 വർഷം കഴിഞ്ഞ് 1936 ലക്നൗ സെഷൻ കൂടുന്ന സമയത്താണ് കോൺഗ്രസും ഇത് ഒരു അജണ്ടയായിട്ട് പ്രഖ്യാപിക്കുന്നത്. ഇന്ത്യക്കാർക്ക് സ്വന്തമായിട്ടൊരു ഭരണഘടനാ അസംബ്ലി വേണമെന്നുള്ളതാണ് ഞങ്ങളുടെയും ആവശ്യമെന്ന് കോൺഗ്രസ് ഔദ്യോഗികമായിട്ട് പറയുന്നത് 36 ലക്നൗ സെഷനിലാണ്. തുടർന്ന് 37 ഫൈസ്പൂർ സെഷനിലും 38 39 ഹരിപുര ത്രിപുരി സെഷൻസിലെല്ലാം കോൺഗ്രസ് ഇതേ ആശയം തന്നെ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. എന്നാൽ 39 ലോകത്തെ നടുക്കിക്കൊണ്ട് മറ്റൊരു സംഭവം ഉണ്ടായി. എന്താണത്? രണ്ടാം ലോക മഹായുദ്ധം. അതെ, കോൺഗ്രസ് മന്ത്രിമാരെല്ലാവരും രാജിവെച്ച ഒരു ഇൻസിഡന്റ് ആയിരുന്നു ഈ രണ്ടാം ലോക മഹായുദ്ധം എന്ന് പറയുന്നത്. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ഇന്ത്യയുടെ അനുവാദം കൂടാതെ ഇന്ത്യയെ രണ്ടാം ലോക മഹായുദ്ധത്തിലേക്ക് വലിച്ചഴിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് അന്നത്തെ കോൺഗ്രസ് മന്ത്രിമാരെല്ലാം രാജിവെച്ച് ഇറങ്ങിപ്പോകുന്നത്. 1939 രണ്ടാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ കോൺഗ്രസിനകത്ത് ബ്രിട്ടനെ സപ്പോർട്ട് ചെയ്യണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ ഭിന്ന അഭിപ്രായങ്ങളാണ് ഉണ്ടായിരുന്നത്. കാരണം ഒന്നാം ലോക മഹായുദ്ധത്തിൽ കോൺഗ്രസ്സുകാർ എന്ത് ചെയ്തിരുന്നു? ബ്രിട്ടനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ കുറച്ച് കോൺഗ്രസ്സുകാരെങ്കിലും മുന്നോട്ട് വന്നിരുന്നു. എന്നാൽ അന്ന് ബ്രിട്ടൻ കോൺഗ്രസിനോ ഇന്ത്യക്കോ അനുകൂലമായിട്ടുള്ള യാതൊരു വിധത്തിലുള്ള നീക്കങ്ങളും യുദ്ധത്തിന് ശേഷം നമുക്ക് തന്നിട്ടുണ്ടായിരുന്നില്ല. സോ ബ്രിട്ടീഷേഴ്സിനെ ഈ സമയവും നമ്മൾ എന്ത് ചെയ്യരുത്? വിശ്വസിക്കരുത്. ഈ സമയത്ത് അവരെ പുറത്താക്കുകയാണ് വേണ്ടത്, അവർക്കെതിരെ നമ്മൾ ഫൈറ്റ് ചെയ്യാണ് വേണ്ടതെന്നാണ് സുഭാഷ് ചന്ദ്രബോസിനെ പോലുള്ള നേതാക്കന്മാരെല്ലാവരും പറഞ്ഞിരുന്നത്. എന്നാൽ ഗാന്ധി ഉൾപ്പെടെയുള്ള ഒരു ഒട്ടുമിക്ക നേതാക്കന്മാരും ഒരു ന്യൂട്രൽ ആയിട്ടുള്ള സ്റ്റാൻഡാണ് ആ സമയത്ത് എടുത്തിരുന്നത്. പക്ഷെ ബ്രിട്ടീഷുകാരുടെ അവസ്ഥ എന്താണ്? അപ്പുറത്ത് നിൽക്കുന്നത് ഹിറ്റ്ലറും മുസോളിനിയുമാണ്. സോ ഹിറ്റ്ലറിനെ പോലെ ബ്രൂട്ടൽ ആയിട്ടുള്ള ഒരു നേതാവിന്റെ കൂടെ ഫൈറ്റ് ചെയ്ത് നിൽക്കണമെന്നുണ്ടെങ്കിൽ ബ്രിട്ടീഷ് ഇന്ത്യൻ ആർമി അവർക്ക് കൂടിയേ തീരും. അപ്പോൾ കോൺഗ്രസ് ഇത്തരത്തിൽ ബ്രിട്ടനുമായിട്ട് സഹകരിക്കേണ്ട എന്നൊരു നിലപാട് സ്വീകരിക്കുന്ന സമയത്ത് ഇന്ത്യക്കാർ എന്ത് ചെയ്യുന്നില്ല? യുദ്ധത്തിൽ ബ്രിട്ടന് വേണ്ടി ഫൈറ്റ് ചെയ്യാൻ പോകുന്നില്ല. അത് ബ്രിട്ടനെ യുദ്ധത്തിൽ വളരെ മോശമായിട്ട് ബാധിക്കും. സോ അന്നത്തെ വൈസ്രോയ് ആയിട്ടുള്ള ശ്രീ ലിൻലിത് കൗ 1940 ഒരു ഓഫറുമായിട്ട് മുന്നോട്ട് വരികയാണ്. അതിനെയാണ് ഓഗസ്റ്റ് ഓഫർ എന്ന് പറയുന്നത്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യക്കാർക്ക് സ്വന്തമായ ഒരു ഭരണഘടനാ അസംബ്ലി രൂപീകരിക്കാം അല്ലെങ്കിൽ അതിനുള്ള സജ്ജീകരണങ്ങൾ തയ്യാറാക്കാം എന്നൊരു ആശയം മുന്നോട്ട് വെക്കുന്നത്. അത് ഈ ഓഗസ്റ്റ് ഓഫറിലൂടെയാണ് 1940. പക്ഷെ അത് ഉടനെ തരാമെന്നല്ല പറയുന്നത്. യുദ്ധമൊക്കെ കഴിഞ്ഞു വരുമ്പോൾ നിങ്ങൾക്ക് ഡൊമീനിയൻ സ്റ്റാറ്റസും അതുപോലെ തന്നെ ഭരണഘടനാ അസംബ്ലി രൂപീകരിക്കുന്നതിനുള്ള സജ്ജീകരണങ്ങളൊക്കെ ഞങ്ങൾ തന്നേക്കാം, നിങ്ങളിപ്പോൾ തൽക്കാലം ഞങ്ങളുടെ കൂടെ യുദ്ധത്തിലൊന്ന് പങ്കെടുക്ക് എന്നാണ് ലിൻലിത് കൗ പറഞ്ഞത്. പക്ഷെ 10 വർഷം മുന്നേ ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസിന്റെ യുവതലമുറ ഒരു പ്രതിജ്ഞ എടുത്തിരുന്നു, ഞങ്ങൾക്ക് ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്നും സമ്പൂർണ്ണമായ സ്വാതന്ത്ര്യം നേടിയെടുക്കണം എന്നുള്ളത്. അതുകൊണ്ട് നിങ്ങളുടെ ഡൊമീനിയൻ സ്റ്റാറ്റസ് എന്ന് പറയുന്ന പിപ്പിടിയും കൊണ്ട് നിങ്ങൾ ഇങ്ങോട്ട് വരണ്ട, ഞങ്ങൾ ഇനി എന്ത് തരില്ല, നിങ്ങൾ എന്ത് തന്നെ പറഞ്ഞാലും, നിങ്ങൾ ഓഗസ്റ്റ് ഓഫർ കൊണ്ടുവന്നാലും ഞങ്ങൾക്ക് വേണ്ട എന്നാണ് അന്നത്തെ കോൺഗ്രസിന്റെ നേതൃത്വം പറഞ്ഞത്. പിന്നീട് യുദ്ധം കനത്തു. 1941 ആയപ്പോഴേക്കും ബ്രിട്ടീഷിന്റെ കോളനി ആയിട്ടുള്ള സിംഗപ്പൂർ എന്ത് ചെയ്യുന്നു? ജപ്പാന്റെ കയ്യിലേക്ക് വീഴുന്നു. ജപ്പാൻ പേൾ ഹാർബർ അറ്റാക്ക് ചെയ്യുന്നു. അമേരിക്ക രണ്ടാം ലോക മഹായുദ്ധത്തിലേക്ക് രംഗപ്രവേശനം നടത്തുന്നു. അപ്പോൾ അമേരിക്ക ബ്രിട്ടനെ വീണ്ടും പ്രഷറൈസ് ചെയ്തു. നിങ്ങൾ ഇന്ത്യക്കാർക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ചെയ്തു കൊടുക്കുക, അവരുടെ ആവശ്യം നമുക്ക് ഈ യുദ്ധത്തിൽ വേണം. ഹിറ്റ്ലറാണ് അപ്പുറത്ത് നിൽക്കുന്നത്, ജപ്പാനാണ് അപ്പുറത്ത് നിൽക്കുന്നത്, മുസോളിനിയാണ് അപ്പുറത്ത് നിൽക്കുന്നത്. നമുക്ക് ബ്രിട്ടീഷ് ഇന്ത്യൻ ആർമിയുടെ സഹായം ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് യുദ്ധത്തിൽ ജയിക്കാൻ പറ്റുള്ളൂ എന്ന് അമേരിക്ക പ്രഷറൈസ് ചെയ്തു തുടങ്ങി. സോ അതിന്റെ ഭാഗമായിട്ട് 2 വർഷം കഴിഞ്ഞ് 1942 മാർച്ച് മാസത്തിൽ ബ്രിട്ടീഷുകാർ മറ്റൊരു മിഷനെ അയക്കുന്നുണ്ട്. അതാണ് ക്രിപ്സ് മിഷൻ. ക്രിപ്സ് മിഷൻ മുന്നോട്ട് വെച്ചത് ഇതേ ആശയം തന്നെയാണ്. ഞങ്ങൾ യുദ്ധം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഡൊമീനിയൻ സ്റ്റാറ്റസ് തരാം, ഞങ്ങൾ യുദ്ധം കഴിയുമ്പോൾ ഭരണഘടനാ അസംബ്ലി തുടങ്ങാനുള്ള സജ്ജീകരണങ്ങൾ ചെയ്തു തരാം. കോൺഗ്രസ് പറഞ്ഞു, ഇതാ കിടക്കുന്നു,
ഇത് തന്നെയല്ലേ നിങ്ങൾ 2 കൊല്ലം മുന്നേ പറഞ്ഞത്. നിങ്ങൾ പറയുന്നത് ഞങ്ങൾക്ക് വിശ്വാസമില്ല. അതിനുശേഷമാണ് നമ്മൾ ക്വിറ്റ് ഇന്ത്യ സമരമൊക്കെ ഗാന്ധിജി തുടങ്ങി വെക്കുന്നത്. പിന്നീട് 4 വർഷം കഴിയുമ്പോഴേക്കും രണ്ടാം ലോക മഹായുദ്ധമൊക്കെ ഏറെക്കുറെ അവസാനിച്ചു. 1945 ആകുമ്പോഴേക്കും രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ചു. ബ്രിട്ടനിലെ രാഷ്ട്രീയ സ്ഥിതിയും മാറി. ചർച്ചില് അദ്ദേഹം എന്ത് ചെയ്യുന്നു, ഇലക്ഷന് പരാജയപ്പെടുകയും അടുത്ത ക്ലെമന്റ് അറ്റ്ലി ലേബർ പാർട്ടി എന്ത് ചെയ്യുന്നു, അധികാരത്തിൽ വരികയും ചെയ്യുന്നു. ലേബർ പാർട്ടി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകാം, അല്ലെങ്കിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം തരാം, 1948 ആകുമ്പോഴേക്കും ഞങ്ങൾ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്നുള്ളൊരു പ്രസ്താവനയൊക്കെ ഇറക്കുന്നുണ്ട്. പക്ഷെ സ്വാതന്ത്ര്യം തരുന്നതിനേക്കാൾ മുന്നേ ആയിട്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ ഡെഡ് ലോക്ക് 39 മന്ത്രിസഭ രാജിവെച്ച് ഇറങ്ങിപ്പോയതാണ് കോൺഗ്രസ് മന്ത്രിമാര്. അപ്പൊ പ്രവിശ്യകളിലും ഇന്ത്യയിൽ ഒരു സ്ഥലത്തും നേരെ ചൊവ്വേ ഭരണം നടക്കുന്നില്ല. സോ ഭരണഘടനാപരമായിട്ടുള്ള ഡെഡ് ലോക്ക് അവസാനിപ്പിക്കുന്നതിന് വേണ്ടി ഉടനടി എന്തെങ്കിലും ഒരു നടപടി സ്വീകരിക്കണമെന്നായിരുന്നു അന്നത്തെ ലേബർ പാർട്ടിയുടെ തീരുമാനം. അതിന്റെ ഭാഗമായിട്ട് 1946 അവർ ആരെ അയക്കുന്നുണ്ട്, ക്യാബിനറ്റ് മിഷനെ അയക്കുന്നുണ്ട്. ക്യാബിനറ്റ് മിഷനും മുന്നോട്ട് വെച്ചത് ഈ പറഞ്ഞ ആശയങ്ങളൊക്കെ തന്നെയാണ്. ഡൊമിനിയൻ സ്റ്റാറ്റസ് തരാൻ, കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി സജ്ജീകരിക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്തു തരാം. പക്ഷെ അപ്പോഴേക്കും ഇന്ത്യയിലെ രാഷ്ട്രീയ സ്ഥിതിയും മാറി. മുസ്ലിം ലീഗും ഈ പറഞ്ഞ കോൺഗ്രസും ഹിന്ദു മഹാസഭയും എല്ലാവരും ചേരി തിരിഞ്ഞുകൊണ്ട് 2 ഇന്ത്യ വേണമെന്നും അല്ല 1 ഇന്ത്യ മതിയെന്നും പാകിസ്ഥാൻ വേണമെന്നും പാകിസ്ഥാൻ വേണ്ട എന്നുള്ള തർക്കങ്ങളായി, പാർട്ടീഷന് വേണ്ടിയിട്ടുള്ള മുറവിളികളായി ഇന്ത്യയിലെമ്പാടും. പക്ഷെ ഇവരെല്ലാവരും ഒരേ സ്വരത്തിൽ അല്ലെങ്കിൽ ഏറെക്കുറെ ഒരേ രീതിയിൽ സമ്മതിച്ച ഒരു മിഷനായിരുന്നു ക്യാബിനറ്റ് മിഷൻ. അങ്ങനെ ക്യാബിനറ്റ് മിഷൻ ഫോം ചെയ്തത്, അല്ലെങ്കിൽ ക്യാബിനറ്റ് മിഷന്റെ ഭാഗമായിട്ട് ഫോം ചെയ്ത ഒന്നാണ് ഇന്ത്യൻ ഭരണഘടനാ അസംബ്ലി എന്ന് പറയുന്നത്. അങ്ങനെ ക്യാബിനറ്റ് മിഷൻ മുന്നോട്ട് വെച്ചിട്ടുള്ള പ്രൊവിഷൻസിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നു, ഭരണഘടനാ അസംബ്ലി രൂപീകരിക്കപ്പെടുന്നു. ഈ ഭരണഘടനാ അസംബ്ലി എന്ന് പറയുന്നത് ഒരു പാർട്ട്ലി എലക്റ്റഡ് ആൻഡ് പാർട്ട്ലി നോമിനേറ്റഡ് ബോഡിയാണ്. എന്ന് പറഞ്ഞാൽ ഭാഗികമായി തെരഞ്ഞെടുക്കപ്പെട്ട, ഭാഗികമായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ഒരു സംഘടനയാണ്, അല്ലെങ്കിൽ ഒരു അസംബ്ലിയാണ്. ഭാഗികമായി തെരഞ്ഞെടുക്കപ്പെട്ടത് എവിടെ നിന്നാണ്, നമ്മൾ ഈ പറഞ്ഞ പോലെ പ്രൊവിൻസുകളിൽ നിന്ന്. ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരിച്ചിരുന്ന 11ഓളം പ്രൊവിൻസുകൾ ഉണ്ടായിരുന്നു. ഈ 11 പ്രൊവിൻസുകളിൽ നിന്നും ആളുകളെ തെരഞ്ഞെടുത്ത് എങ്ങോട്ട് വിടും, കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലേക്ക് വിടും. ഭാഗികമായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ടെന്ന് പറയാൻ കാരണം എന്താണ്, 500 ചില പ്രിൻസ്ലി സ്റ്റേറ്റ്സ് എന്നുണ്ടായിരുന്നു. ഈ പ്രിൻസ്ലി സ്റ്റേറ്റ്സിൽ നിന്നും എന്ത് ചെയ്യുന്നു, ആളുകളെ നാമനിർദ്ദേശം ചെയ്യപ്പെടും, നോമിനേറ്റ് ചെയ്ത് എങ്ങോട്ട് അയക്കും, കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലേക്ക് അയക്കും. അങ്ങനെ വിഭജനത്തിന് മുന്നേ 389 പേരാണ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ ഉണ്ടായിരുന്നത്. ഇന്ത്യയും പാകിസ്ഥാനും 2ആയി പിളർന്നപ്പോൾ അത് 299 അംഗങ്ങളായിട്ട് ബ്രിട്ടീഷ് ഇന്ത്യയിലെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ചുരുങ്ങുകയും ചെയ്തു. ഇതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ തെരഞ്ഞെടുക്കപ്പെട്ട പ്രൊവിൻസ് ഏതാണെന്ന് വിചാരിച്ചാൽ അത് യുണൈറ്റഡ് പ്രൊവിൻസ് ആണ്. 55ഓളം ആളുകളാണ് അവിടെ തിരഞ്ഞെടുക്കപ്പെട്ടത്. ഏറ്റവും കുറച്ച് ആളുകൾ ആസാമിൽ നിന്നും, 8ഓളം ആളുകളാണ് ആസാമിൽ നിന്നും എങ്ങോട്ട് ചെന്നത്, കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലേക്ക് ചെന്നത്. ഇങ്ങനെ രൂപീകരിക്കപ്പെട്ട ഈ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഏറ്റവും ആദ്യം സമ്മേളിക്കുന്നത് ഡിസംബർ 9-നാണ്. 1946 ഡിസംബർ 9-ന്. അന്ന് സച്ചിദാനന്ദ സിൻഹയായിരുന്നു അതിന്റെ താൽക്കാലിക അധ്യക്ഷ സ്ഥാനം വഹിച്ചിരുന്നത്. പിന്നീട് 2 ദിവസം കഴിഞ്ഞ് ഡിസംബർ 11-ന് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ പ്രസിഡന്റായിട്ട്, ഏറ്റവും ആദ്യത്തെ പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. അദ്ദേഹത്തിനെ അസിസ്റ്റ് ചെയ്യുന്നതിന് അന്ന് 2 ഉപാധ്യക്ഷന്മാരെ, 2 വൈസ് പ്രസിഡന്റ്മാരെ അപ്പോയിന്റ് ചെയ്തിരുന്നു. ഒന്ന് HC മുഖർജിയും 2 VT കൃഷ്ണമാചാരിയുമായിരുന്നു. കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ ലീഗൽ അഡ്വൈസറായിട്ട് അന്ന് വെച്ചിരുന്നത് BN റാവുവിനെയായിരുന്നു. ഡിസംബർ 11-ന് തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് ഇവരെല്ലാം. ഡിസംബർ 13-ന് 1946 ഡിസംബർ 13-നാണ് ശ്രീ ജവഹർലാൽ നെഹ്റു അദ്ദേഹത്തിന്റെ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ഭരണഘടനാ അസംബ്ലിക്ക് മുമ്പാകെ വയ്ക്കുന്നത്. ഈ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനാണ് ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രിയാമ്പിളിനും പിന്നീട് ഇന്ത്യൻ ഭരണഘടനയ്ക്കകത്തുള്ള ഒരുപാട് ആശയങ്ങൾക്കും മുന്നൊരുക്കമായിട്ടുള്ളത് ഈ പറയുന്ന ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനാണ്. ഡിസംബർ 13-ന് മുന്നോട്ട് വെച്ച ഈ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ജനുവരി 22, 1947 ഭരണഘടനാ അസംബ്ലി എന്ത് ചെയ്യുന്നുണ്ട്, പാസ്സാക്കുന്നുണ്ട്. പിന്നീട് ജൂലൈയിലാണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് നിലവിൽ വരുന്നത്. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ടിലൂടെയാണ് ബ്രിട്ടീഷ് ഇന്ത്യ എന്നും അല്ലെങ്കിൽ ഇന്ത്യ എന്നും പാകിസ്ഥാൻ എന്നും 2 രാജ്യങ്ങൾ ഫോം ചെയ്യുന്നത്. ജൂലൈ 22, 1947 ഇന്ത്യൻ നാഷണൽ ഫ്ലാഗ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി, നമ്മൾ ഇന്ന് ഇന്ത്യൻ പതാക ഉയർത്തുന്നത് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഈ പറഞ്ഞ പോലെ അംഗീകരിച്ചിട്ടുള്ള ഒരു പതാകയാണ്. അത് അംഗീകരിക്കപ്പെടുന്നത് ജൂലൈ 22, 1947 പിന്നീട് ഓഗസ്റ്റ് മാസം 15-ാം തീയതി നമുക്കറിയാവുന്ന പോലെ നമുക്ക് എന്ത് ചെയ്യുന്നു, സ്വാതന്ത്ര്യം ലഭിക്കുന്നു. പക്ഷെ അത് സമ്പൂർണമായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യമല്ല. 1930 ജനുവരി 26-ന് ഇതേപോലെ പതാക ഉയർത്തി പൂർണ്ണ സ്വരാജ് ഡിക്ലറേഷൻ പറഞ്ഞപ്പോൾ സമ്പൂർണ്ണമായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യം എന്നുള്ളതായിരുന്നു കോൺഗ്രസിന്റെ അജണ്ട. ഓഗസ്റ്റ് 15, 1947 ഇന്ത്യ ഇൻഡിപെൻഡൻസ് ഡേ ആഘോഷിക്കുമ്പോഴും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കംപ്ലീറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടോ? ഇല്ല. കാരണം ഇന്ത്യയിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യ ഒരു സോവറിൻ ആയിട്ടോ ഒരു റിപ്പബ്ലിക് ആയിട്ടോ അപ്പോഴും മാറിയിട്ടുണ്ടായിരുന്നില്ല, അല്ലെ? ബ്രിട്ടീഷുകാരുടെ ഒരു ഡൊമീനിയൻ ആയിട്ട്, ഒരു കോമൺവെൽത്ത് രാജ്യമായിട്ടാണ് അന്ന് ഇന്ത്യ നിലനിന്നിരുന്നത്.
947 ഓഗസ്റ്റ് 29-നാണ് ഈ ഭരണഘടനാ അസംബ്ലിയിലേക്ക് ഭരണഘടന രൂപീകരിക്കുന്നതിന്റെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാനായിട്ട് നമ്മൾ ആരെ തെരഞ്ഞെടുക്കുന്നത്? ഡോക്ടർ BR അംബേദ്കറെ തെരഞ്ഞെടുക്കുന്നത്. അദ്ദേഹത്തിന്റെ രംഗപ്രവേശനം ഭരണഘടനാ അസംബ്ലിയിലേക്ക് ഒരുപാട് ലേറ്റ് ആയിട്ടാണ്. 947 ഓഗസ്റ്റ് 29-നാണ് അദ്ദേഹം ഭരണഘടനാ അസംബ്ലിയിലേക്ക് കടന്നു വരുന്നതും ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാനായിട്ട് മാറുന്നത്. പിന്നീട് 948 നവംബർ തൊട്ട് 949 നവംബർ മാസം വരെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ ഈ പറഞ്ഞ പോലെ ഭരണഘടനയുടെ ഫസ്റ്റ് റീഡിങ്ങും സെക്കൻഡ് റീഡിങ്ങും തേർഡ് റീഡിങ്ങും എല്ലാം നടക്കുന്നുണ്ട്. അങ്ങനെ 949 നവംബർ 26-ന് ഭരണഘടനയെ എന്ത് ചെയ്യുന്നു? അഡോപ്റ്റ് ചെയ്യുന്നു. കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഭരണഘടന ഈ 3 വായനകൾക്ക് ശേഷം എന്ത് ചെയ്യുന്നു? അഡോപ്റ്റ് ചെയ്യുന്ന ദിവസമാണ് 949 നവംബർ 26. പിന്നീട് ജനുവരി മാസം 950-ലേക്ക് എത്തുമ്പോൾ ജനുവരി 24-ന് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇന്ത്യയുടെ ഏറ്റവും ആദ്യത്തെ പ്രഥമ രാഷ്ട്രപതിയായി ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ എലക്ട് ചെയ്യുന്നു. അന്നേ ദിവസം തന്നെയാണ് നമ്മൾ നമ്മുടെ നാഷണൽ ആന്തവും നാഷണൽ സോങ്ങും കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി അഡോപ്റ്റ് ചെയ്യുന്നത്. തൊട്ടടുത്ത ദിവസം ജനുവരി 25, 950 ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ നിലവിൽ വരുന്നു. അതിൻ്റെയും അടുത്ത ദിവസം ജനുവരി 26, 950 നമ്മൾ നേരത്തെ തുടങ്ങി വെച്ച ചരിത്രത്തിന്റെ ഒരു പൂർത്തീകരണം എന്നുള്ള നിലയിൽ 20 വർഷങ്ങൾക്ക് ഇപ്പുറം ഇന്ത്യയെ എന്താക്കി മാറ്റുന്നു? ഒരു റിപ്പബ്ലിക് ആക്കി മാറ്റുന്നു. ഇന്ത്യ റിപ്പബ്ലിക് ഡേ ആഘോഷിച്ചു തുടങ്ങുന്നു. ഇന്ത്യക്ക് പൂർണ്ണ സ്വരാജായി ഇന്ത്യ മാറുന്നു. സമ്പൂർണ്ണമായിട്ടുള്ള സ്വാതന്ത്ര്യം ഇന്ത്യക്ക് കൈവരിക്കുന്നത് അതേ ദിവസം തന്നെയാണ്. നമ്മൾ 947 ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യ ദിനമായിട്ട് ആഘോഷിക്കുമ്പോഴും അതിനേക്കാൾ ആക്ച്വലി ചരിത്രത്തിൽ ഒരു പടി മുകളിൽ നിൽക്കുന്ന ഒരു ദിവസമാണ് 950 ജനുവരി 26 എന്ന് പറയുന്നത്. ഒന്ന്, ഇന്ത്യ സ്വതന്ത്ര റിപ്പബ്ലിക് ആയിട്ട് മാറുന്ന ദിവസമാണെന്ന്. 2, നമ്മൾ എല്ലാവരും ബൈബിള് പോലെ കൊണ്ടു നടക്കേണ്ട ഒരു പുസ്തകമായിട്ടുള്ള ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്ന ദിവസമാണ് 950 ജനുവരി 26 എന്ന് പറയുന്നത്. അപ്പോൾ രാജ്യം ഈ 75ാമത് റിപ്പബ്ലിക്കൻ വർഷത്തിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ റിപ്പബ്ലിക് ദിന ആശംസ.